ഇന്ന് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കിടക്കുന്ന കമൻറ്റിന് മറുപടി പറയുകയാണ്. നമ്മുടെ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റ് വന്ന് കിടക്കുന്നുണ്ട് ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൽ ഓരോ കമൻറ്റിനും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, നോർമൽ മെഡിക്കൽ ഷോപ്പ് വാങ്ങാൻ നേരം ഒരു കടയുടെ പേരാണ് ഇന്ന കമ്മ്യൂണിറ്റി ഫാർമസി ആക്കാൻ പറ്റുമോ, അതിന് എന്താണ് ചെയ്യേണ്ടത്, ഡീറ്റെയിൽ പറയാമെന്നാണ്. അപ്പോൾ ഒരു ബ്രാൻഡഡ് ഷോപ്പിൻ്റെ പേര് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ സംശയം, ഫ്രാഞ്ചൈസി എടുക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു ഫ്രാഞ്ചൈസി എടുക്കുമ്പോൾ ആ ഫ്രാഞ്ചൈസി ഓണറുടെ പെർമിഷൻ വേണം നമുക്ക്. അപ്പോൾ അവർ ചിലപ്പോൾ അതിനൊരു മന്ത്ലി ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഇയർലി ചാർജ് ചെയ്യും, അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാകും, അവരുടേതായിട്ടൊരു നിയമം ഉണ്ടാകും. അതനുസരിച്ച് നമ്മൾ അവരുമായിട്ട് സംസാരിച്ചിട്ട് ഫ്രാഞ്ചൈസി എടുക്കണം. ഫ്രാഞ്ചൈസി ലെറ്റർ കിട്ടിയാൽ മാത്രം നമുക്ക് ഡ്രഗിൽ പോയിട്ട് നമ്മുടെ പേര് മാറ്റണം. നമ്മുടെ ലൈസൻസിലെ പേര് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ബോർഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പെർമിഷൻ ഇല്ലാതെ ഒരു ബ്രാൻഡിൻ്റെയും പേര് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അവർ കംപ്ലയിൻറ്റ് ചെയ്താൽ പ്രശ്നമാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ മറ്റൊരാളുടെ പേര് ഉപയോഗിക്കുമ്പോൾ അവരുടെ ഫ്രാഞ്ചൈസി എടുത്ത് അവരുടെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ഫാർമസി വീഡിയോ നമ്പർ 6 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ 6ാമത്തെ വീഡിയോ പോയി കാണാം. അപ്പോൾ ഓരോ കമൻറ്റായിട്ട് ഞാൻ പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.